ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ 5 ആണ്. ഫൈൻഡ് എ പോയിന്റ് ഓൺ ദി വൈ ആക്സിസ് വിച്ച് ഈസ് ഈക്വിഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് A65 ആൻഡ് B-4 3. അപ്പോൾ A-B എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. A കോർഡിനേറ്റ് 65 ആണ്, B എന്ന് പറയുന്നത് -43 ആണ്. അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും ഈ പോയിന്റിലേക്ക് വൈ ആക്സിസിലുള്ള ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറയുന്നത്, ഈക്വിഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈ ആക്സിസിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് വൈ എന്നെടുക്കാം. അപ്പോൾ നമുക്കിതിന് പി എയും പി ബിയും ഈക്വൽ ആയിരിക്കും, ഈക്വിഡിസ്റ്റൻസ് ആണല്ലോ, അതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, പി എ ഈസ് ഈക്വൽ ടു പി ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പി എ ഈക്വൽ ടു പി ബി ആണെങ്കിൽ പി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ബി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് ഒഴിവാക്കിയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ പി എ എന്ന് പറയുമ്പം 0 - 6 ഹോൾ സ്ക്വയർ 0 - 6 ഹോൾ സ്ക്വയർ പ്ലസ് പി ബി എന്ന് പറഞ്ഞാൽ പി എ എന്ന് പറയുമ്പോൾ 0 - 6 ഹോൾ സ്ക്വയർ പ്ലസ് y - 5 ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ബി 0 - 4 ഹോൾ സ്ക്വയർ പ്ലസ് y - 3 ഹോൾ സ്ക്വയർ. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ പി എ സ്ക്വയർ എടുത്തു, പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ. അതുകൊണ്ട് എന്താണ്, സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ റൂട്ട് ഒഴിവായിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് വീണ്ടും എഴുതാത്തത്. അപ്പോൾ -6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്, പ്ലസ് y - 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ -2 × y × 5 -10y plus 5 square, that is 25, is equal to 0 plus 4 whole square എന്ന് പറഞ്ഞാൽ 4 square, that is 16, plus y square minus 2 × y × -3, that is -6y plus 3 square, that is 9. ഇവിടെ നമുക്ക് വൈയുടെ ടേംസിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാൻ, നമ്പേഴ്സിനെ ഒരു സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെയിം ആയിട്ട് ഈക്വൽ സൈൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈക്വൽ ആയിട്ട് വരുന്നതിന് കട്ട് ചെയ്യാം. അപ്പോൾ വൈ സ്ക്വയർ കട്ട് ചെയ്തു, പിന്നെ വരുന്നത് 25 ആണ്, അതുപോലെ 16 + 9 എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ ഈ 25ഉം ഇവിടെയുള്ള 25ഉം കൂടെ കട്ട് ചെയ്തു. പിന്നെ വരുന്നത് 36 - 10y ഈക്വൽ ടു -6y. ഇവിടുന്ന് നമുക്ക് ഈ വൈയുടെ ടേമിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 36 ഈസ് ഈക്വൽ ടു -6y പ്ലസ് 10y എന്ന് വരും. ഇവിടെ -6y പ്ലസ് 10y എന്ന് പറഞ്ഞാൽ 4y. 36 ഈസ് ഈക്വൽ ടു 4y. Therefore y ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 9 എന്ന് വരും. അപ്പോൾ 9 4s are 36 ആണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വൈയിലുള്ള വൈ ആക്സിസിലുള്ള കോർഡിനേറ്റ് പി എന്ന് പറയുന്നതായിരുന്നു എടുത്തത്. P0y ഈക്വൽ ടു എന്ന് വരും 0 9 എന്ന് വരും. വൈക്ക് പകരം 9 കൊടുത്തു. ഇനി നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ പി എയും പി ബിയും ഈക്വൽ ആണോ എന്ന് കൂടെ നോക്കാം. പി എ എന്ന് പറയുമ്പോൾ 6 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 9 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും, 6 - 0 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ 36, 36 പ്ലസ് 5 - 9 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ 16, ദാറ്റ് ഈസ് ഈക്വൽ ടു √52 എന്ന് വരും. ഇതേപോലെ തന്നെ പി ബിയും കൂടെ ചെക്ക് ചെയ്യാം. പി ബി എന്ന് പറയുമ്പോൾ -4 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 6 ഹോൾ സ്ക്വയർ, -4 സ്ക്വയർ 16 പ്ലസ് 3 - 6 ഹോൾ സ്ക്വയർ. അപ്പോൾ 3 - 6 എന്ന് പറഞ്ഞാൽ 3 - 6 അല്ല 9, 3 - 9 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 6 സ്ക്വയർ വരും. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36, വിച്ച് ഈസ് ഈക്വൽ ടു √52. നമുക്ക് പി എയും പി ബിയും ഈക്വൽ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണ്, ഈക്വിഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 0 9 എന്ന് പറയുന്നതാണ് വൈ ആക്സിസിലെ കോർഡിനേറ്റ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.